ലാൽകുമാർ, ഇന്നത്തെ ഒരു രസകരമായ ഒരു ഷിഫ്റ്റ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഗൗരവമായി 2019 എന്ന് പറയുന്ന വർഷമാണ് മുന്നോട്ട് വെക്കുന്നത്. അന്ന് ഈ സർക്കാരിൻ്റെ ഭാഗമായി ദേവസ്വത്തെ നയിച്ച മന്ത്രിയല്ല ഇന്ന് ഉള്ളത്. ഇന്ന് ശ്രീ വി എൻ വാസവനാണ്. അദ്ദേഹം പിന്നീട് മന്ത്രിയായ ആളാണ്. അപ്പോൾ അത് അടക്കം ചോദ്യം വന്നു. ആ മന്ത്രി ഈ വിഷയത്തിൽ പ്രതിപക്ഷം പറയുന്ന പോലെ എന്തിന് രാജിവെക്കേണ്ട സാഹചര്യം എന്താണ്? അതോടുകൂടി ഇന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം കഴിഞ്ഞ ദിവസങ്ങളും ഇന്നുമായി, അല്ലെങ്കിൽ ഇന്നല്ല കഴിഞ്ഞ ദിവസം, അത് മുൻ മന്ത്രി എന്ന നിലയിൽ കടകംപള്ളിക്ക് നേരെ ആക്ഷേപം ഉന്നയിക്കാൻ ശ്രമിച്ചു. കടകംപള്ളി ഒരു കോടീശ്വരന് ആ ശില്പം വിറ്റു എന്ന നിലയിലേക്കൊരു ആക്ഷേപം ഉന്നയിച്ചു. ഇന്ന് നിയമസഭയ്ക്കകത്ത് കടകംപള്ളി തന്നെ ശക്തമായി ഈ വിഷയം ഉന്നയിച്ചു. ഇത് തെളിയിക്കാൻ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചു. ഇല്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ വി ഡി സതീശൻ തയ്യാറാകുമോ? അതിൻ്റെ മറുപടി വി ഡി സതീശൻ പറഞ്ഞത് കുറേ കൂടി രസകരമാണ്. അത് കാണേണ്ടത് തന്നെയാണ്. ഞാൻ അത് അല്പം കഴിഞ്ഞാകാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ മഞ്ചവിളാകം ഈ ചർച്ചയിലേക്ക് ആ വിഷയം കൊണ്ടുവന്നതുകൊണ്ട് എനിക്കൊന്ന് മറുപടി പറയാൻ സമയം ഉറപ്പായും തരാം. ഞാൻ അതൊന്ന് കണ്ടുകൊണ്ടുവരാം. മറുപടി സമയം തരാമോ? മറുപടിയല്ല, താങ്കൾ പറഞ്ഞത് വെച്ച് ഞാൻ ശ്രീ ലാൽകുമാറിനോടൊന്ന് സംസാരിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് പ്രതിപക്ഷ നേതാവ് ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ മുമ്പ് പറഞ്ഞതും ഇന്ന് നിയമസഭയ്ക്കകത്ത് കടകംപള്ളി അതിന് മറുപടി പറഞ്ഞതും, അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച വാദവും, അതിനുശേഷം വൈകുന്നേരം പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും ഒന്ന് കണ്ടുകൊണ്ട് ഞാൻ ലാലിലേക്ക് വരാം. അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് അറിയാം ഏത് കോടീശ്വരനാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പം വിറ്റിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ആണത്വമുണ്ടെങ്കിൽ, തൻ്റെ ഇടമുണ്ടെങ്കിൽ, അഭിമാനമുണ്ടെങ്കിൽ ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് കടകംപള്ളി സുരേന്ദ്രൻ വിറ്റതെന്ന് വ്യക്തമാക്കണം. അല്ലെങ്കിൽ ഇടനിലക്കാരനായി നിന്ന് വ്യക്തമാക്കണം. അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് വനവാസത്തിന്, അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കാത്തു നിൽക്കേണ്ട കാര്യമില്ല, വനവാസത്തിന് പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറാവണം. അതെന്തിനാ ഞാനെന്തിനാ പുറത്തു വിടണം? അതല്ല അന്വേഷണം നടക്കുന്നത്, ഞാനല്ലല്ലോ അന്വേഷണം നടത്തുന്നത്. അല്ല, പിന്നെ അദ്ദേഹമല്ലേ മന്ത്രി. ദ്വാരപാലക ശില്പമാണ് അയ്യപ്പൻ്റെ എന്ന് പറഞ്ഞിട്ടാണ് വിറ്റിരിക്കുന്നത്. അത് പുള്ളിക്കറിയാം ആരാന്ന്, പുള്ളി പുറത്തു വിടട്ടെ. ശ്രീ ലാൽകുമാർ, ഈ ആരോപണം ഉന്നയിച്ചയാൾ പ്രതിപക്ഷ നേതാവ്, അതിനെ സഭയ്ക്കകത്ത് ആ വിഷയത്തെ ഏറ്റെടുത്ത് വിശദീകരിക്കാൻ കടകംപള്ളി തയ്യാറായി. അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ എന്തിനെ വെളിപ്പെടുത്തണം? ആരോപണം ഉന്നയിച്ചയാൾ അതിൽ നിന്ന് പിൻവാങ്ങുന്നതിൻ്റെ ഒരു രീതിയാണോ പ്രതിപക്ഷ നേതാവിൽ കണ്ടത്? അതിനേക്കാൾ ശ്രദ്ധേയമായി എനിക്ക് തോന്നിയത്, ലാൽകുമാർ, ഒരു കാര്യം ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീജയൻ. അതായത് ആ ദൃശ്യം നോക്കൂ. പ്രതിപക്ഷ നേതാവ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഈ നിയമസഭ ചേരുന്ന കാലത്ത് സഭയ്ക്ക് പുറത്താണ്. ആ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം, മാധ്യമങ്ങൾക്ക് മുമ്പിൽ പുറത്താണ്, നിയമസഭയ്ക്ക് പുറത്താണ്. ഇന്നത്തേതും മുൻപ് ആരോപണം ഉന്നയിച്ചതും. ഇതേ സമയം സഭ ചേരുകയാണ്. സഭയിൽ പക്ഷേ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറല്ല. കടകംപള്ളി സുരേന്ദ്രൻ ഈ വിഷയങ്ങൾ സംസാരിക്കുന്നത് സഭയ്ക്കകത്ത് നിന്നാണ്. ഇതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ലാൽകുമാർ, അല്ല, പ്രതിപക്ഷ നേതാവ് പറയുന്നതിനെ ഞാൻ ഗൗരവത്തിലെടുക്കുന്നില്ല. കാര്യം പ്രതിപക്ഷ നേതാവ് പറയുന്നതിനെ ഞാൻ ഗൗരവത്തിലെടുക്കാതായിട്ട് കുറേ നാളായി. അത് ഞാൻ എന്നല്ല, സമൂഹത്തിൽ പൊതുവേ പ്രതിപക്ഷ നേതാവ് പറയുന്നത് രാഷ്ട്രീയ ആയുധമാക്കി അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഈ പറഞ്ഞ എങ്ങനെയും അധികാരം പിടിക്കണം എന്നുള്ള ഒരു ഡെസ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് പല കാര്യങ്ങളും പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ മുന്നിൽ കടകംപള്ളി ഒരാൾക്ക് വിറ്റു എന്നുള്ളതാണല്ലോ അദ്ദേഹത്തിൻ്റെ ആരോപണം. മന്ത്രിക്ക് കൃത്യമായിട്ടറിയാം. അത് നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാർ പറയുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവിന് ഒരു പൊളിറ്റിക്കൽ പോയിൻ്റ് അല്ലേ, അത് നാട്ടുകാരോടൊക്കെ പറയണ്ടേ കടകംപള്ളി ആർക്ക് വിറ്റു എന്നുള്ളത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാധ്യത എന്താണ്? സമൂഹത്തോട് വിളിച്ചു പറയാനുള്ള അദ്ദേഹത്തിൻ്റെ ബാധ്യത എന്താണ്? അപ്പോൾ ഈ ശങ്കരാടിയുടെ കയ്യിലിരിക്കുന്ന രേഖ പോലാണ് ഈ പറയുന്ന കാര്യങ്ങൾ. നമ്മൾ ഇതിനെ ചേർത്ത് വായിക്കേണ്ടത് മുമ്പ് ഈ ഓരോ കാര്യങ്ങൾ പറഞ്ഞ ശേഷം ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യുകയും പിന്നെ കോടതിയിൽ പോവുകയും കോടതിയിൽ നിന്ന് പണി വാങ്ങിക്കുകയും അല്ലെങ്കിൽ എതിർവിധി കിട്ടുകയും അപ്പോൾ പിന്നെ മനസാക്ഷിയുടെ കോടതി എന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് ഇവർക്ക് പൊതുവേ ഉള്ളത്. നമുക്കതിലൊന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ നോക്കൂ, ഒരു മിസ്അപ്രോപ്രിയേഷൻ നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിൽ പ്രഥമദൃഷ്ട്യാ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് നമ്മൾ അനുമാനിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ക്ലിയർ സബ്സ്റ്റൻസ് എന്താണ്, വാട്ട് ഈസ് വാട്ട് ആൻഡ് ഹൂ ഈസ് ഹൂ എന്ന് അറിയണമെങ്കിൽ ഒരു വ്യക്തമായ അന്വേഷണം നടക്കണം. ആ വ്യക്തമായ അന്വേഷണം നടക്കാനായിട്ട് നോക്കൂ, ദേവസ്വം ബോർഡ് അതിനെതിരെ നിന്നിട്ടില്ല, ഈ സർക്കാരും അതിനെതിരെ നിന്നിട്ടില്ല. വ്യക്തമായ അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടക്കുന്നത് വഴി ഇതിൽ നിന്ന് നെല്ലും പതിരും തിരിച്ചറിയത്തക്ക രീതിയിൽ ഒരു കാര്യം ഉണ്ടാകണം. ആ അന്വേഷണത്തിന് ഈ പറയുന്ന സംസ്ഥാന സർക്കാരല്ല, ഡിവിഷൻ ബെഞ്ചാണ് അതിന് മോണിറ്റർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ കളിപ്പീരൊന്നും നടക്കത്തില്ല ഇവർ പറയുന്ന രീതിയിലാണെങ്കിൽ. അപ്പം ഡിവിഷൻ ബെഞ്ചിന് കൃത്യമായ ധാരണയുണ്ട്. അത് നടക്കട്ടെ.
അത് നടന്നാലല്ലേ നിങ്ങൾക്ക് ഈ ബേർഡനും വേറൊരാളിൽ കൊണ്ടുവെക്കാൻ പറ്റൂ. ഒന്നത്. രണ്ട്, ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, കൺസിസ്റ്റൻ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ദേവസ്വം വകുപ്പ് മന്ത്രി രാജിവെക്കണം. ഞാൻ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ദേവസ്വം മന്ത്രിമാരിൽ ഒരാളാണ് അദ്ദേഹം. വളരെ മനോഹരമായി ചെയ്യുന്ന ഒരാളാണ്. അതുമാത്രമല്ല, ഇത് അദ്ദേഹത്തിന് ഈ ടേമിൻ്റെ ഇടയ്ക്ക് വെച്ച് കിട്ടിയ ഒരാളാണ് ദേവസ്വം. നേരത്തെ രാധാകൃഷ്ണനാണ് മന്ത്രിയായിരുന്നത്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു അഴിമതി കാണിച്ചെന്നോ, അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും ഒരു നെഗറ്റീവ് ഇംപ്രഷനിലുള്ള ഏതെങ്കിലും ഒരു കാര്യം ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഈ സമൂഹം പറയുന്നില്ല, കോൺഗ്രസ് പോലും പറയുന്നില്ല. എന്നിട്ട് പക്ഷേ രാജിവെക്കേണ്ടത് കോൺഗ്രസ്സാണ്, അതുപോലെ കടകംപള്ളിയാണ്, അപ്പം വാസവനാണ് എന്ന് പറയുന്നതിൻ്റെ യുക്തി, ആ യുക്തിരഹിതമായ ഒരു കാര്യമുണ്ടല്ലോ, അത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അത് കോൺഗ്രസ് എത്തിപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയെന്നാണ് പറയുന്നത്. അത് തന്നെ ഇവിടെ നോക്കൂ, ഇവിടെ ഈ ചർച്ചയ്ക്കകത്ത് വന്നപ്പോൾ പറഞ്ഞൊരു വിഷയം എന്താ, നമുക്കിത് ചർച്ച വെച്ച് പരിഹരിക്കാൻ താല്പര്യമില്ല. പിന്നെ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് സ്ട്രീറ്റ്സിലേക്ക് എടുക്കാം. നിങ്ങൾ പൊളിറ്റിക്കലായിട്ട് നിങ്ങൾ സ്ട്രീറ്റ്സിലാണ് നിങ്ങൾ ഇതിനെ നേരിടാൻ പോകുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സ്ട്രീറ്റ്സിലെടുക്കാം. അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടാണ്, രാഷ്ട്രീയ പാർട്ടികൾ അത് ചെയ്യുന്നതാണ്. പിന്നെ സ്പീക്കർ അനീതി കാണിക്കുന്നു എന്ന് കൂടെ പറയരുത്, രണ്ടും കൂടെ പറയരുത്, മനസ്സിലല്ലേ? സ്പീക്കർ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല, എന്നിട്ട് എന്നാൽ നമുക്കിത് ചെയ്തേക്കാം എന്ന് പറയുമ്പം അത് വേണ്ട. ഇത് കാര്യം എന്നറിയോ, ഈ വിഷയം ചർച്ചയ്ക്ക് പ്രോപ്പർലി എടുത്താൽ ഇവർ വെട്ടിലാവും. കാര്യം നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ഭാഗത്ത് ന്യൂനതകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതും മുഖ്യമന്ത്രി വിശദീകരിക്കും, എനിക്ക് ഉറപ്പാണ്. നമ്മുടെ ഭാഗത്ത് ഈ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്യും, ഇതിൻ്റെ ഫാക്ട്സ് ഫിഗേഴ്സ് എല്ലാം പുറത്തു വരും. അതിനകത്ത് ആ ഒരു അന്തരീക്ഷം അവർക്ക് താല്പര്യമില്ല. അതല്ല എങ്കിൽ ഈ പറയുന്നതിന് എന്താണ് കുഴപ്പം, അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നതിന് എന്താ കുഴപ്പം? അവർ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ഇടയ്ക്ക് വെച്ച് എന്നാൽ വേണ്ട, ഇത് നമ്മൾ അങ്ങനെ ചർച്ച ചെയ്ത് നമ്മൾ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലാതെ പിന്നെ എന്താ ചെയ്യാൻ മതി? അയ്യപ്പനോട് സ്നേഹമുള്ളവർ ഇവർ ഒന്നുമില്ലെങ്കിൽ അയ്യപ്പനോട് സ്നേഹമുള്ള എക്സ്ട്രീംലി ഫോണ്ടായിട്ടിരിക്കുന്ന ഇവർ മുൻ ദേവസ്വം മന്ത്രി ആർക്കിത് വിറ്റു, ആ മുതലാളിയുടെ പേരെങ്കിലും അദ്ദേഹം പറയണ്ടേ, പ്രതിപക്ഷ നേതാവ്. ആ പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അദ്ദേഹം എവിടെയാണ് പോകുന്നത്? അപ്പം ഇത് ചുമ്മാതെ ഒരു പടക്കം പോലാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം വ്യക്തമാക്കാൻ എന്താ അദ്ദേഹത്തിന് ഇത്ര പാട്? അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന എനിക്കറിയാമായിരുന്നു, ഞാൻ പറഞ്ഞു കാര്യം എന്താ, ചെറിയ മറുപടി അവസരം തരണം. ചുരുക്കി വേണം. ഒരു കാര്യം കേൾക്കൂ, ഇത് VD സതീശൻ അല്ല പറഞ്ഞത്, ഈ കോടീശ്വരന് വിറ്റു എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട കോടതിയാണ്. അവിടെ പറഞ്ഞ ഇങ്ങനെയാണ്, ഒറിജിനൽ ഗോൾഡ് ക്ലാഡഡ് ദ്വാരപാലകാസ് വെയർ ഡിസ്പോസ്ഡ് ഓഫ് ടു എ വില്ലിംഗ് പർച്ചേസർ ഫോർ എ സബ്സ്റ്റാൻഷ്യൽ മോണിറ്ററി കൺസിഡറേഷൻ. അതായത് ഒരു കോടീശ്വരനാണ് ഇത് വിറ്റു എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട കോടതിയാണ്. പിന്നെ VD സതീശൻ എന്ന് പറഞ്ഞത് ആർക്കാണ് വിറ്റത് എന്ന് കടകംപള്ളിക്ക് അറിയാവുന്നതാണ്. കടകംപള്ളി വിറ്റു എന്നല്ല പറയുന്നത്, കടകംപള്ളി സുരേന്ദ്രൻ വിറ്റു എന്നല്ല പറഞ്ഞത്. ഏത് കോടീശ്വരനാണ് വിറ്റത് എന്ന് കടകംപള്ളിക്ക് അറിയാം, കടകംപള്ളി അത് പുറത്ത് പറയണമെന്നാണ് പറയുന്നത്. അല്ല, കടകംപള്ളി സുരേന്ദ്രനാണ് വിറ്റതെന്നല്ല, നിങ്ങൾ അതിനെ ട്വിസ്റ്റ് ചെയ്യരുത്. VD സതീശൻ വളരെ വ്യക്തമായി പറഞ്ഞു ആർക്കാണ് വിറ്റത്. കോടതി പറഞ്ഞ വേർഡിക്സ് ആണ്, ആർക്കാണ് വിറ്റത് എന്ന് അന്നത്തെ മന്ത്രിക്ക് അറിയാവുന്നതാണ്. അതല്ലാതെ കടകംപള്ളി സുരേന്ദ്രൻ വിറ്റു എന്നല്ല പറയുന്നത്. അത് നിങ്ങൾ അതിന്റെ വ്യക്തത വരുത്തണം. കടകംപള്ളിക്ക് അറിയാം ആർക്കാണ് വിറ്റതെന്ന് അറിയാം. കാരണം പുള്ളിയും ഈ ഉണ്ണികൃഷ്ണനും കൂടി ചേർന്നാണ്, ഈ കടകംപള്ളിയും കൂടി ചേർന്നാണ് അന്നത്തെ മുഴുവൻ. നോക്കൂ, ചോദ്യത്തിലേക്ക്